അന്വേഷണം നടന്നുകൊണ്ടിരിക്കില്ലേ, അന്വേഷിക്കട്ടെ. ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന 3 കാര്യമില്ലേ, അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കോൺഗ്രസ്സുകാർ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല, BJP ഉറച്ചു നിൽക്കുന്നില്ല. ഇപ്പോൾ അവരെല്ലാം കാര്യമാറാൻ തുടങ്ങി. ഞാൻ അന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. 2, ആരാണോ ഉത്തരവാദി അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. പറഞ്ഞു തീർക്കട്ടെ. മൂന്നാമത്തെ ഏഷ്യാനെറ്റുകാരന് ഇത്ര തിരക്കുണ്ടാക്കേണ്ട കാര്യം. മൂന്നാമത്തെ കാര്യം, അത് ആരാണോ ഉത്തരവാദി അവരെ ആരെയും സംരക്ഷിക്കില്ല. ഇത്രയും കാര്യം അസന്നിഗ്ധമായി പാർട്ടി വ്യക്തമാക്കിയതാണ്. അപ്പോൾ ചോദിച്ചു, വളരെ പ്രധാനമായിട്ടും ചോദിച്ചു, വാസുവിൻ്റെ കാര്യത്തിലും പത്മകുമാറിൻ്റെയും കാര്യത്തിലും കൃത്യമായിട്ട് നിലപാടുകൾ അവരെന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരായിട്ട് നടപടി പാർട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. കുറ്റപത്രം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്ന്. നോക്കട്ടെ, അത് വരട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അല്ല, ഇത് വളരെ പെട്ടെന്ന് വരുമല്ലോ, കുറ്റപത്രം വരട്ടെ. മാത്രമല്ല, അതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല, മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല. കാരണം BJP-കാരൻ്റെ തന്ത്രി അതിൻ്റെ ഭാഗമായിട്ട് വന്നതോടുകൂടി BJP-ക്ക് താല്പര്യമില്ലാണ്ടായി. തന്ത്രിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയെന്ന് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതോടുകൂടി BJP-യുടെ പിന്നോട്ടേക്ക് പോക്ക് നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ നിങ്ങൾക്കും താല്പര്യമില്ല. പിന്നെ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് തന്നെ സോണിയാഗാന്ധിയെ കാണാൻ 2 കള്ളന്മാരാ പോയെ. ഒരു വിഷമമില്ല അല്ലേ നിങ്ങൾക്ക് പറയുമ്പോൾ? വിഷമം നിങ്ങൾക്ക് മൂത്തുണ്ടാകുമെന്ന് നോക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്ന്, പ്രധാനപ്പെട്ട പോറ്റി ഞങ്ങൾ കയറ്റിയെന്നാണല്ലോ പറഞ്ഞത്. എല്ലാം ഇപ്പോൾ മിക്സായല്ലോ. പോറ്റിയെ കയറ്റിയ സഖാക്കൾ എന്ന് പറഞ്ഞിട്ടല്ലേ പാട്ടുണ്ടാക്കിയത് അല്ലേ, പാരഡി ഉണ്ടാക്കി പാടിയല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞ ഒരേ കാര്യമാണ് അന്ന്. അപ്പോൾ എന്നിട്ടോ സ്വാഭാവികമായിട്ടും സോണിയാഗാന്ധിയെ കാണുന്നത് അത്ര എളുപ്പമല്ലല്ലോ. പണ്ട് കരുണാകരനെ പോലും കാണാൻ അനുവദിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ഒരാളെ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, ഒരു MP ഉൾപ്പെടെ, ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ UDF-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കൺവീനർ ഉൾപ്പെടെ പോയി. ഈ രണ്ടാൾ ആരെന്ന് മനസ്സിലായില്ല. ഒന്ന് പോറ്റി, അത് കട്ടത് കള്ള മുതൽ പങ്കുവെച്ച ഗോവർദ്ധൻ, 2 ആളും കൂടി പോയി. ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരാളെ 2 കോൺഗ്രസ് നേതാക്കന്മാരെ അപ്പുറം ഇപ്പുറം നിർത്തിയത് കണ്ടല്ലോ. കണ്ടത് എന്തിനാണ് എന്നുള്ളതിന് ഇതേ ചോദ്യം ചോദിച്ചില്ലേ? നിങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ. മാധ്യമങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയെ മനസ്സിലാകുന്നില്ലല്ലോ. അവരങ്ങനെ വിടുകയല്ലേ ചെയ്യുന്നത്. അവരത് വിട്ട്, അതോട് അവർ വിട്ട്, അവരുടെ ആ ചർച്ചയെ വിട്ട്. ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും കണ്ടാലും ജോഹി പറയുന്നതില്ലാണ്ട് വേറെ വർത്താനമില്ല, ചർച്ചയുമില്ല, വൈകുന്നേരം ഇരുന്നിട്ടില്ല, ആക്രമണവുമില്ല. അത് കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം നിങ്ങളാരെയാണോ പ്രദാനം ചെയ്യുന്നത് അവരെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നു. ഇപ്പോൾ കുടിമരവും കൂടി വന്നതോടുകൂടി പിന്നെന്താ ഒരു പുതിയ ഒന്നും കൂടി വന്നില്ലേ? കുടിമരത്തിൻ്റെ മേലെ ഉണ്ടായിരുന്നത് വാജീവാഹനം. എത്ര കിലോ ആണ് സ്വർണ്ണം ഉൾപ്പെടെ? 10.5 കിലോ. അതാണ് തന്ത്രി കൊണ്ടുപോയത്. തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. തന്ത്രിക്ക് കൊടുത്തു. എന്നിട്ട് തന്ത്രിക്ക് കൊടുത്തതിനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ്. അപ്പോൾ ഇതെല്ലാം പുറത്തു വരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല, ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള മുഴുവൻ എണ്ണത്തിനെയും ആരും എന്നുള്ളത് നോക്കണ്ട. ഞങ്ങളതിനകത്ത് രാഷ്ട്രീയവും കാണുന്നില്ല. ആരായാലും അവരെല്ലാം പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവന്ന ഒന്നിനെയും ഗവൺമെൻറ്റും അതുപോലെ പാർട്ടിയും സഹായിക്കും.